റോഡ് സൈഡിലാണ് ഈ കഞ്ചാവൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റില്ലെങ്കിലും നോർത്തിൽ എവിടെ പോയാലും നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വരുന്ന ആനകൾ കണ്ടില്ലേ നിങ്ങൾ, ഇതെന്തിനാന്നുള്ള അറിയാം നിങ്ങൾക്ക്? ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് സഫാരി പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മൃഗങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുക എന്ന് പറയുമ്പോൾ അതൊരു വൈബല്ലേ. ഇന്ന് നേപ്പാളിലെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. നാളത്തോടെ നമ്മൾ നേപ്പാൾ വിടുണ്ടാവും. പിന്നെ അയോധ്യ പോകണം, വാരണാസി പോകണം, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് ഇനിയും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിത്വാനിലാണ്. ചിത്വാനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സഫാരിക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സഫാരി പല ടൈപ്പ് ഉണ്ട്. ജീപ്പ് തന്നെ 3 ടൈപ്പ് ആണുണ്ട്. ഒരു മണിക്കൂർ ഡിഫറൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ളിലേക്ക് പോകാൻ പറ്റും. പിന്നെ ട്രക്കിംഗ് ഉണ്ട്, കനോയിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫോറസ്റ്റിലേക്ക് പോകാനുള്ളത്. ഇവിടെ മെയിനായിട്ട് കനോനെ കാണുന്നുള്ളതാണ്. അടിപൊളി കണ്ടാമൃഗത്തിനെ അങ്ങനെ എല്ലാ ഫോറസ്റ്റിലും ഇല്ലാത്തൊരായിട്ടാണ്. പിന്നെ ടൈഗറിനൊക്കെ സൈറ്റ് ചെയ്യാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കാണുമെന്നറിയില്ല, എന്നാലും നമ്മളെ ഏറ്റവും വലിയ 4000 രൂപയുടെ ജീപ്പ് സഫാരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം ഡീപ്പായിട്ട് ഫോറസ്റ്റിലേക്ക് പോകും. പോയി നോക്കട്ടെ, കാഴ്ചയിൽ കണ്ടേ. ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ അടുത്ത് എവിടെ റൂം എടുക്കുകയാണെങ്കിലും അവിടെ നിന്നൊക്കെ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള സഫാരി കൊടുക്കുന്നുണ്ട്. 1000 രൂപ മുതലാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. സഫാരിക്ക് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു പുഴ ഉണ്ട്. ഈ പുഴയിൽ കണ്ട കാഴ്ചയാണ്. മുതലെങ്ങനെ കയറി കിടക്കുന്നുണ്ട്, അപ്പുറത്ത് ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഈ പുഴ കടന്നിട്ടാണ് ഫോറസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ പുഴ കടന്നിട്ട് നമ്മളും വേണം അപ്പുറത്തേക്ക് പോകാൻ. എങ്ങനെ ഉണ്ടാവും കഥ? മുതലൊക്കെ ഉള്ള പുഴയിൽ കൂടെ വേണം അപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ എന്തായാലും നമ്മളെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പെർ ഹെഡ് 4000 രൂപ വെച്ചിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1000 രൂപ മുതൽ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4000 രൂപക്ക് എടുത്തതെന്ന് പറയുമ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ സ്ഥലങ്ങളില്ല, ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. എനിമൽസിനൊക്കെ കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നവിടെ തന്നെ നമുക്ക് ഗൈഡിനെ തരും. അപ്പോൾ ആ ഗൈഡാണ് ഓരോ വഞ്ചിയിൽ ആൾക്കാരങ്ങനെ കയറ്റുക. വഞ്ചിയിൽ പല ലെവലിലുള്ളതുണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പുള്ളതുണ്ട്, അല്ലാതെ നോർമൽ വഞ്ചിയിൽ പോകാൻ പറ്റുന്നതുണ്ട്. എന്തായാലും വഞ്ചിയിൽ വേണം നമ്മൾ അപ്പുറത്തോട്ട് പോകാൻ. ഇനി നടന്നിട്ട് ട്രക്ക് ചെയ്തിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ ബോട്ടിൽ കൂടെ ജസ്റ്റ് ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ട്രക്കിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്, സഫാരി കൊടുക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് സഫാരി പോകാനുള്ള വാഹനം കേട്ടോ. നമ്മളെ സീറ്റൊക്കെ പിടിച്ച് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ചാടി ഇറങ്ങിയതാണ്. അപ്പുറത്ത് നമ്മളുടെ ടീം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഓരോ മുക്കും മൂല അരിച്ചു പറക്കിയിട്ട് വേണം പോകാനെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയൊക്കെയാണ് എനിമൽസ് ഉണ്ടാവുക എന്നുള്ള ഒരു പിടുത്തമില്ല. ഈ ഫോറസ്റ്റ് സഫാരിക്കൊക്കെ പോയാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇതൊന്നും വളർത്തുന്ന സാധനങ്ങളല്ല, ഭാഗ്യമുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. പോകുന്ന വഴിയിൽ തന്നെ നമ്മളൊരു ആനനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ മയിൽ എന്നൊക്കെ പറഞ്ഞാൽ കോമൺ ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ശരിക്ക് ടൈഗറിനെ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ്. ഇവർ നടന്നിട്ട് സഫാരി പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഭാഗത്ത് ടൈഗർ വെള്ളം കുടിക്കാൻ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, അവിടെ കാണാറുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇതുപോലത്തെ കുറേ ഏറുമാടങ്ങളുണ്ട്, അതും നടന്നു പോകുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഈ വെഹിക്കിളിൽ പോകുന്ന ആളുകൾക്കൊന്നും അവിടെ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. ഈ ഫോറസ്റ്റ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഫുള്ള് ഗ്രീനി ആയിട്ട്. ശരിക്കും ഈ ഒരു ക്ലൈമറ്റിൽ പോയ കാരണമാവും നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക. ചൂട് കാലത്തൊക്കെയാണ് ചിലപ്പോൾ ഫുള്ള് ഡ്രൈ ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ പോയ ടൈം എന്തായാലും അടിപൊളിയാണ്. പിന്നെ മയിലിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് മയിൽസിനെ നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റി. കേരളത്തിലുള്ളവർക്ക് ഇപ്പോൾ മയിൽ എന്ന് പറഞ്ഞൊരു പുത്തിരി അല്ലാണ്ടായിരിക്കുന്നല്ലോ അല്ലേ. അത്രക്കധികം മയിലിനെ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. ഈ മയിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. കുറേ കൃഷികൾ നശിപ്പിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടെന്ന് പറയും. ഇതാണ് നമ്മളുടെ ഗൈഡ് കേട്ടോ. ഓരോ വെഹിക്കിളിൽ ഓരോ ഗൈഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ മാൻകൂട്ടങ്ങളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും വ്യക്തമായിട്ട് നമുക്ക് ഗൈഡ് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ചെറിയൊരു പക്ഷി നിൽക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തൈ നിൽക്കുന്നുണ്ടെങ്കിലോ എന്തൊരു സംഭവം ഉണ്ടോ അതൊക്കെ വ്യക്തമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് ഈ യാത്ര മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക. റോട്ടിലോട്ട് പുല്ല് വരാതിരിക്കാനും അതുപോലെ പുതിയ പുല്ലുകൾ വളരാൻ വേണ്ടിയിട്ടും ഇവിടെ ഓരോ വർഷങ്ങളിലും ഇതുപോലെ പുല്ലുകൾ കത്തിക്കും. അപ്പോൾ അടുത്തത് ഇങ്ങനെ പുല്ലുകൾ ഇങ്ങനെ അതിൽ നിന്ന് കിളിർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് റെനോനെ സൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫോറസ്റ്റിൽ തുറന്ന് വിട്ടിട്ടുള്ള റെനോനെ. അയ്യവാ, സംഭവം അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നമ്മൾ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞില്ലേ, കുറേ പുഴകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അരുവികളും തടാകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മുതലകൾ പൊന്തി കിടക്കുന്നുണ്ടല്ലേ നിങ്ങൾ. അതിലൊക്കെ ജസ്റ്റ് കാലും കഴുകാൻ പോയുള്ള അവസ്ഥ ഉണ്ടാവുമല്ലേ. നടന്നു പോകുന്ന ആൾക്കാരുണ്ടാവണമല്ലേ, ട്രക്ക് ചെയ്തിട്ട് ഫോറസ്റ്റ് സഫാരി പോകുന്ന ആളുകളിലല്ലേ. പക്ഷേ കിഡിലൻ അഡ്വഞ്ചർ തന്നെയാണ് കേട്ടോ. നമ്മളവിടുത്തെ പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലല്ല ഇവിടെ വരുന്നത്. ഇവിടെ മിലിറ്ററിക്കാരുടെ അണ്ടറിലാണ് ഈ ഫോറസ്റ്റ് മുഴുവൻ വരുന്നത്.
അപ്പോൾ അവരാണ് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. പോകുന്ന വഴി പല സ്ഥലത്തും അവരുടെ ക്യാമ്പുകളുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോസുകളൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല നമുക്ക്. ഇത് ശരിക്കൊരു ക്രൊക്കഡൈലിനെ അല്ലെങ്കിൽ മുതലകളെ വളർത്തുന്നൊരു സ്ഥലമാണ്. അവിടെ മുട്ട വിരിയിപ്പിച്ച് അല്ലെങ്കിൽ അവരെ മുട്ട ഇടിയിപ്പിച്ച് അവരെ വലുതാക്കി ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു തുറന്നു വിട്ട് കൊടുക്കും. നേപ്പാളിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഈ ചിത്വാൻ നാഷണൽ പാർക്ക്. 1973 റോയൽ ചിത്വാൻ ശരിക്കും നാഷണൽ പാർക്കായിട്ട് അംഗീകരിച്ചത്. 1984 തന്നെ ലോക പൈതൃക സ്ഥലത്തിൻ്റെ പദവിയും ഈ ചിത്വാൻ നാഷണൽ പാർക്ക് നേടിയിട്ടുണ്ട്. തെക്കൻ മധ്യ നേപ്പാളിലെ ടെറായി എന്നുള്ള സ്ഥലത്താണ് 952 കിലോമീറ്ററിൽ കൂടുതൽ വലുപ്പത്തിൽ ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ തന്നെ ഇവിടുത്തെ രാജാക്കന്മാർ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഈ ചിത്വാൻ നാഷണൽ പാർക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. 1950 വരെ കാഠ്മണ്ഡുവിൽ നിന്ന് ഈ ചിത്വാൻ നാഷണൽ പാർക്ക് വരെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. കാൽനടയായിട്ട് മാത്രമാണ് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ ശരിക്കും വേട്ടയാടാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ വന്നിരുന്നുള്ളൂ. വേട്ടയാടാൻ അങ്ങോട്ട് വരണമെങ്കിൽ തന്നെ ആഴ്ചകളോളം ട്രാവൽ ചെയ്യണം. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സുഖകരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വേട്ടയാടുന്ന ആളുകൾക്കും അതുപോലെ അവരെ അസിസ്റ്റൻ്റ് ചെയ്യാൻ ആളുകളുണ്ടാവുമല്ലോ, അവർക്കും വേണ്ടിയിട്ട് കുറേ ക്വാർട്ടേഴ്സുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഴയ കാലത്തുള്ളത് ഇപ്പോഴും ഇവിടെ കാണാം. ഇവിടുന്നത് പോലെ തന്നെ മൃഗങ്ങളെ, ആനകൾ, കണ്ടാമൃഗങ്ങൾ, കടുവകൾ, അങ്ങനെ എന്തിനൊക്കെ പിടിക്കാൻ പറ്റുന്നോ ഈ സംഭവങ്ങളൊക്കെ അന്നത്തെ കാലത്ത് പിടിച്ചു കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. 1950 ചിറ്റ്വാനിലെ വനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2600 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. ഏകദേശം 800ഓളം കണ്ടാമൃഗങ്ങൾ അന്നത്തെ കാലത്ത് ഈ കാട്ടിലുണ്ടായിരുന്നു. പിന്നെ ദരിദ്രരായ കുറേ കർഷകരുണ്ടായിരുന്നു. അവർക്ക് കൃഷി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതിലത്തെ കുറേ സ്ഥലങ്ങൾ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു. അതിനുശേഷം ഈ കണ്ടാമൃഗങ്ങളെ എത്രത്തോളം വേട്ടയാടാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരുന്നിരുന്നു. 1957 കണ്ടാമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാനായിട്ട് രാജ്യത്തിലെ ആദ്യത്തെ സംരക്ഷണ നിയമം നേപ്പാളിൽ വന്നിട്ടുണ്ട്. 1959-ലും 1963-ലും എഡ്വേർഡ് പ്രിച്ചാർഡ് ഗീ എന്ന് പറഞ്ഞ ആൾ ചിറ്റ്വാനെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയുള്ള എന്ത് കേട്ടിട്ടില്ലെങ്കിലും ഇനിയുള്ളത് അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ചിത്വാൻ നാഷണൽ പാർക്കിൽ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 1000 രൂപയുടെ ജീപ്പ് സഫാരി ഉണ്ട്. ആ സംഭവം എടുക്കുക. സെയിം ജീപ്പിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ 1000 രൂപയുടെ 3000 രൂപയുടെ 4000 രൂപയുടെ എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ ഡീപ്പായിട്ട് ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്നതാണ് ഇവർ പറയൽ. അപ്പോൾ കൂടുതൽ അനിമൽസിനെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. പക്ഷെ ഞങ്ങളാകെ കണ്ടത് ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള റൈനല്ലേ, അതിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ 1000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ സഫാരി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനും കണ്ടിട്ടില്ലെങ്കിലും അവരുടെ അടുത്ത് പറയുക, ജസ്റ്റ് ഞങ്ങൾ റൈനോനെ കണ്ടിട്ടില്ലല്ലോ, എന്ത് ചെയ്യാമെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയും ജസ്റ്റ് എല്ലാവരും കൂടിയിട്ട് ഇത്ര രൂപ തന്നിട്ടുണ്ടെങ്കിൽ റൈനോനെ കാണിച്ചു തരാമെന്ന് പറയും. അങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് റൈനോനെ കാണിച്ചു തരും. ഈ റൈനോ എന്ന് പറയുമ്പോൾ അതിനൊരു ടെറിറ്ററി ഉണ്ട്. വളരെ ചെറുതാണ് ഈ ടെറിറ്ററി എന്നുള്ളത്. അതിൻ്റെ ഉള്ളിലേ റൈനോ നിൽക്കുള്ളൂ, അല്ലാതെ അപ്പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഈ ആളുകൾക്ക് അറിയുന്നുണ്ടാവും എവിടെയൊക്കെയാണ് റൈനോ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ചിത്വാൻ നാഷണൽ പാർക്കിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളുടെ ഒപ്പം വഞ്ചിയിലും അതുപോലെ സഫാരിക്കൊക്കെ ഉണ്ടായിരുന്നൊരു ലേഡിയാണ്. നമ്മളൊക്കെ വിഷ് ചെയ്തിട്ടൊക്കെ ആൾ പോവുകയാണ്. എന്തായാലും ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് നേപ്പാളിലുള്ള. അത്യാവശ്യം വൃത്തിയുള്ള ആളുകളാണ് ബാക്കിയുള്ള സ്ഥലങ്ങളത്തെ പോലെയല്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും ബാക്കിയുള്ളതൊക്കെ പറ്റും. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്തോളൂ. ബെറ്റർ പ്ലേസാണ്, ഫോറസ്റ്റിനോട് ചാരിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ചിത്വാൻ നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ നേരെ ഇനി ഫസ്റ്റ് നമ്മൾ വന്നില്ലേ, ജസ്റ്റ് ആ ബോർഡർ കടന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലം അവിടേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ പോകുന്ന വഴിയിൽ നമ്മൾ എവിടെയെങ്കിലും കഴിക്കാം. ഈ രാത്രി മുഴുവൻ ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അക്കുസുട്ടു എല്ലാവരായിട്ടും ഇപ്പോൾ ഭയങ്കര കമ്പനി ആയിട്ടുണ്ട്. എല്ലാവരായിട്ടും നടന്ന് കളിക്കാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ആൾ ഉഷാറായിട്ടാണ്. ഇനി നെക്സ്റ്റ് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയോധ്യയിലേക്കാണ് പോകുന്നത്. അയോധ്യ പോകും, അതുപോലെ കാശി അവിടെ നിന്ന് പോകണമെന്നുണ്ട്, വാരണാസി എന്നൊക്കെ പറയില്ലേ, അവിടെയൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. പോകുന്ന വഴി കുറച്ചൊരു ടാസ്ക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അവിടുത്തെ റോഡിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ശരിക്കും റോഡ് പോലും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ബ്ലോക്കാണ്, ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ട്രാവലിംഗ് ആണ് നമുക്ക് ഈ ഒരു ദിവസം കിട്ടിയിട്ടുള്ളത്. നമ്മളെ നേപ്പാളിലത്തെ ഏറ്റവും അവസാനത്തെ ഒരു വീഡിയോ ആണ് ഇതാ. നേപ്പാളിലത്തെ മുന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് മുന്നത്തെ വീഡിയോസുകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. നേപ്പാളിൽ നിങ്ങൾ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസുകൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഓരോ സ്ഥലത്ത് സ്റ്റേ ചെയ്തതും ഓരോ സ്ഥലത്ത് നമ്മൾ എവിടെയൊക്കെയാണ് പോയിട്ടുള്ളതും അങ്ങനത്തെ ഓരോ വിഷ്വൽസുകളും ഈ ഓരോ വീഡിയോസിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. അവിടെ തന്നെയാണ് ലാസ്റ്റ് ഡേയ്സ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ നേപ്പാൾ ബോർഡർ. ആ വഴിയിൽ കൂടെ നമ്മൾ നേരെ ഇന്ത്യയിലേക്ക് പോവുകയാണ്.
ഇന്ത്യൻ പതാകയാണ് അപ്പുറത്ത് നേരെ നമുക്ക് ആ പാറിക്കളിക്കുന്നത്. അപ്പോൾ വിഷ്വൽസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളും. പടച്ചോൻ്റെ ദുനിയാവിൽ ഒരുപാട് കാഴ്ചകൾ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്.